പിന്നെ മാവേലിക്കര വിട്ടു നമ്മൾ കോട്ടയത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ കോട്ടയത്തേക്ക് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ്? കോട്ടയം UDF-ന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ. അതെ, ചരിത്രത്തിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ടോ അറിയോ? പക്ഷെ ചരിത്രത്തിൽ പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. എങ്കിൽ കൂടെയും വലിയ കാര്യമായിട്ട് കോട്ടയത്ത് പ്രവർത്തനങ്ങളൊന്നും, അതായത് ഒരു ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അതിന് കാരണമുണ്ട്. അതായത് കേരള കോൺഗ്രസിന്റെ ആയിരുന്നു അന്ന്, കേരള കോൺഗ്രസ് എം, അതായത് മാണി ഗ്രൂപ്പ് അന്ന് UDF-ന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ 19 തെരഞ്ഞെടുപ്പിൽ. അന്നാണ് തോമസ് ചാഴിക്കാടൻ അവിടെ മത്സരിക്കുന്നത്. അന്ന് മത്സരിക്കുകയും അവിടുന്ന് ജയിച്ചു പോവുകയും ചെയ്ത ഒരാളാണല്ലോ തോമസ് ചാഴിക്കാടൻ. പിന്നീട് അവിടെ പോയതിനു ശേഷമാണ് പിന്നീട് മുന്നണി മാറ്റം സംഭവിക്കുന്നത്. അതായത് മാണി ഗ്രൂപ്പ് നേരെ LDF-ലേക്ക് ചേക്കേറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ, അപ്പോൾ ഏകദേശം 3 വർഷത്തിന് മുൻപ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും അങ്ങനെ ഇവർ തമ്മിൽ പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ചാഴിക്കാടൻ തന്നെ സിറ്റിംഗ് MP തന്നെയാണ് LDF-ന് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. ചാഴിക്കാടൻ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. പിന്നെ ഇപ്പൊ പുതിയൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ, ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നത്. അപ്പം അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. അത് BDJS-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കും, പക്ഷെ പ്രയോജനമില്ല. പച്ചയ്ക്ക് പറയുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം എസ്പെഷ്യലി വേറെ ആരെങ്കിലും അതിന് കുറച്ച് ഓട്ടെങ്കിലും പിടിച്ചത് തുഷാർ വെള്ളാപ്പള്ളി നമ്മൾ കേൾക്കുന്ന പോലുമില്ല, പ്രചരണത്തിന്റെ ഒരു ശക്തി പോലും അവിടെ ഒന്നും നമുക്ക് അവിടെ കാണാൻ പോലും ഇല്ല. തോമസ് ചാഴിക്കാടന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ നമ്മൾ പിന്നെ പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ നല്ല മികച്ച ഒരു പ്രകടനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ UDF-നെ സപ്പോർട്ട് ചെയ്ത് ചാഴിക്കാടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തവണ ചാഴിക്കാടിന് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ജോസഫ് ഗ്രൂപ്പുമായിട്ടുണ്ടായ ഇടർച്ചയുടെ പുറത്തേക്ക് പോയി. അദ്ദേഹം പോയിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചു. അത് അവിടെ പോലെ തന്നെ UDF-നകത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി, ഈ പറയുന്ന കേരള കോൺഗ്രസിനകത്ത്. അത് UDF-നകത്ത് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കേരള കോൺഗ്രസിനകത്ത് അവിടെ സജി മഞ്ഞക്കടമ്പിലുമായിട്ടുണ്ടായ ഒരു വിഷയം, അയാൾ രാജിവെക്കുന്നു, അയാൾ പുറത്തേക്ക് പോകുന്നു, അയാളെ അനുകൂലിച്ചുകൊണ്ട് കുറെ പേര് പുറത്തു പോകുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാനാണ് എൻ്റെ ഒരു നോട്ടത്തിൽ സാധ്യത. ഈ സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തവണ UDF-ന്റെ മണ്ഡലമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഇത്തവണ LDF-ന്റെ ആയിക്കൂടായില്ല? കോട്ടയം മാറി കുത്തുമോ? മാറി കുത്തുന്നതിന്റെ പ്രശ്നമല്ല, ചാഴിക്കാടിന് കുത്തും. നോക്കാം. ചാഴിക്കാടിനെ കുത്തിക്കഴിഞ്ഞാൽ LDF-നായി അവിടെ മാറ്റം. കാര്യം കഴിഞ്ഞ തവണ UDF-ന് വേണ്ടി ചാഴിക്കാടൻ മത്സരിച്ചു, ഇത്തവണ LDF-ന് വേണ്ടി ചാഴിക്കാടൻ മത്സരിക്കുന്നു. ഇതാണ് അവിടുത്തെ ഒരു കോട്ടയത്തിന്റെ വ്യക്തിപരമായിട്ട് നോക്കിയില്ല. ഇനി അല്ലാതെ നോക്കുവാണെങ്കിലും വ്യക്തിപരമായ ഒരു മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ വിദ്യ പറയുന്ന പോലെ ഉള്ള ഒരു മാറ്റം. ഈ പറയുന്ന പോലെ ഫ്രാൻസിസ് ജോർജിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് തോമസ് ചാഴിക്കാടിനെ തോൽപ്പിക്കണം എന്ന് ചിന്തിച്ചാലോ? അപ്പൊ ഇത്തവണ കോട്ടയം അവിടെ മുന്നണി ബന്ധം നോക്കിയില്ലെന്ന് വെച്ചു, അവിടെ മുന്നണി ബന്ധം നോക്കുന്നില്ല. ഇപ്പൊ LDF-ലാണ് ചാഴിക്കാടൻ നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് മുന്നണി ബന്ധം നോക്കാതെ വോട്ട് ചെയ്താലോ? ശരിയാണ്. അവിടെ ആര് ജയിക്കും? ചാഴിക്കാടൻ തന്നെ ജയിക്കും. ചാഴിക്കാടൻ ജയിക്കും. ആ ഒരു സിനാറിയോ ഇനിയിപ്പോ ഉണ്ടായിക്കൂടായി ഒന്നുമില്ല. കോട്ടയത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോട്ടയത്ത് നമുക്ക് അത് കാര്യമായിട്ട് എടുക്കാതെ വിടാൻ പറ്റുന്ന ഒരു മണ്ഡലം തോന്നുന്നു, അല്ലെ? വലിയ ചർച്ചയായിട്ടില്ല കോട്ടയം. അത് വലിയ ചർച്ചയിലേക്ക് അത് വന്നിട്ടില്ല. എന്നാൽ പോലും ഈ ചർച്ച ആയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി വന്നതോടുകൂടി അവിടെ ചർച്ച ഒരു കേരളത്തിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു സ്പ്ലിറ്റിനുള്ള സൂചനകൾ അവിടെ കിട്ടി. വീണ്ടും കേരള കോൺഗ്രസ് പിളരുകയാണ് എന്നൊരു ധാരണ എല്ലായിടും എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് UDF-നെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതാണ് കോട്ടയത്തെ റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതാണ് അവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഒരു കേരള കോൺഗ്രസ്സുകാരൻ തന്നെ ജയിക്കും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുന്നണി മാറ്റം, ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ഈ അവിടെയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കേരള കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഇഷ്ടപ്പെടായി ഉണ്ടെങ്കിൽ മാത്രം ചാഴിക്കാടിന് പരാജയം ഉണ്ടാവും. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു LDF ചായവോടുകൂടി, LDF എന്ന് പറയാം, CPM എന്ന് പറയാൻ പറ്റില്ല, LDF-ന് ഒരു ചായവുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇടുക്കിയിൽ എന്ത് പറയുന്നത്? ഇടുക്കി അങ്ങ് വിട്ടു തന്നിരിക്കുക ഇടിയും കുര്യാക്കോസിന് തന്നെ. കുര്യാക്കോസ് വലിയ സംശയമൊന്നുമില്ല, എങ്ങനെ പോയാലും ഒപ്പം നിൽക്കും. ഇടുക്കി ഒപ്പം തന്നെ നിൽക്കുമെന്ന് തന്നെ പറയാം. മാരകമായ ഭൂരിപക്ഷത്തില്ലേ? അതെ 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 അതെ, ഈ പ്രാവശ്യം അത് തന്നെ തുടരുമെന്നാണ്. ഈ ഇടുക്കി മാറുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇടുക്കി എനിക്ക് തോന്നുന്നില്ല ഇടുക്കിയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
വലിയ ചർച്ചകൾക്കൊന്നും, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിന് പോലും അവിടെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടില്ല. വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടോ ഒന്നുമില്ല. പിന്നെ ആകെയുള്ളത് എസ് രാജേന്ദ്രന്റെ ഒരു മാറ്റമാണ്. അതൊക്കെ ഒരു പക്ഷേ എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ഉടുമ്പൻചോലയിൽ നിന്നിട്ട് ഇദ്ദേഹത്തെ പിന്നെ എം മണിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയമായി അവിടെ CPM തന്നെ സ്പ്ലിറ്റ് ഒക്കെ വന്ന സാഹചര്യത്തിൽ മിക്കവാറും ഈ പറയുന്ന അതൊക്കെ പ്രതിഫലിച്ചാൽ ഈ പറയുന്ന ഡീൻ കുര്യാക്കോസിന് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ സാധിക്കും, ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കും. ഇവിടെ നിലവിൽ ഇപ്പൊ നമുക്ക് അവിടെ സേഫാണ്, ഡീൻ കുര്യാക്കോസ് അവിടെ സേഫാണ് ഇടുക്കിയിൽ. പിന്നെ ഉള്ളത് എറണാകുളം മണ്ഡലമാണ്. എറണാകുളം മണ്ഡലം കൂടുതലെങ്കിലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എറണാകുളം മണ്ഡലം ഒന്നും എങ്ങും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ല. എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കാതെ നേരെ അത് UDF തന്നെ പോകും. അവിടെ കുറെ സാമുദായിക വോട്ടുകളുണ്ട്. ആ സമുദായ വോട്ടുകൾ രണ്ടുപേരും നിർത്തിയിരിക്കുന്നത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ആണെങ്കിൽ പോലും ഈ സമുദായ വോട്ടുകൾ കൃത്യമായി ഇവിടേക്ക് തന്നെ ഹൈബീഡനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. UDF ഒരു പശ്ചാത്തലമാണ് എപ്പോഴും എറണാകുളത്തെ LDF പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമൊന്നുമല്ല. LDF എത്ര ഇപ്പം KJ ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിക്കുന്നെങ്കിൽ പോലും അവർ നല്ല പ്രാസംഗികയാണ്, ഒരു അധ്യാപികയാണ്, നല്ല പ്രാസംഗികയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഹൈബീഡനെ കവച്ചു വെച്ചുകൊണ്ടൊരു മുന്നോട്ട് പോക്ക് ഈ LDF സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഈ പറയുന്ന ഒരു സമുദായക്കാർ മുഴുവൻ ക്രിസ്ത്യൻ സമുദായക്കാർ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായമുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ UDF അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു എറണാകുളത്ത് അങ്ങനെ എറണാകുളം മണ്ഡലത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ യാതൊരു ഒരു സാധ്യതയും നമ്മളവിടെ കാണുന്നില്ല. പിന്നെ അടുത്തത് ചാലക്കുടി മണ്ഡലം. ചാലക്കുടി ബെന്നി ബെഹനാനാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായിട്ട് ഈ രണ്ടുപേരെ നമ്മളവിടെ പരിഗണിച്ചാൽ മതി. രവീന്ദ്രനാഥ്, പ്രൊഫസർ C രവീന്ദ്രനാഥാണ് ആണല്ലോ അവിടെ മത്സരിക്കുന്നത്. മറ്റേ ആളിനെ നമ്മൾ ഈ പറയുന്ന പോലെ BJP സ്ഥാനാർത്ഥി അവിടെ നമ്മൾ NDA സ്ഥാനാർത്ഥി അവിടെ നമ്മൾ അപ്രസ്തമാണ് സത്യത്തിൽ അവിടെയൊക്കെ. കാര്യം അവരൊന്നും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പലയിടത്തും ഈ BJP സ്ഥാനാർത്ഥികളെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും വരാത്തത്. അവിടെ പിന്നെ ഒരു പറയാന്ന് വെച്ചാൽ പ്രൊഫസർ രവീന്ദ്രൻ ഒരു ക്ലീൻ ഷീറ്റ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ആ ഒരു മത്സരം മാത്രമേ നമുക്ക് അവിടെ നിന്ന് എടുത്തു പറയാൻ പറ്റുന്നതായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് പിന്നെ ബെന്നി ബെഹനാൻ നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ തമ്മിലൊരു എങ്ങനെ രവീന്ദ്രനാഥ് എത്തിയതൊരു വലിയ അടിയായി മാറുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. കാര്യം നമുക്കറിയാം ഇന്നസെന്റിനെ പോലുള്ള ആൾക്കാർ LDF നിന്ന് ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണത്. അപ്പം ഇവരെല്ലാം പിന്നെ LDF അവിടെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മിക്കവാറും C രവീന്ദ്രനാഥിന് തന്നെയാണ് സാധ്യത. കാര്യം ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ വളരെ വലുതായിരുന്നു. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക്, ഒരു വിശേഷണത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ രവീന്ദ്രനാഥിന് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് നമുക്കതിനെ വലിയ ചർച്ചയിലേക്ക്, വലിയ വിവാദങ്ങൾ ഉണ്ടാവാൻ എന്ന് അത്രേ ഉള്ളൂ. അത് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാകാൻ പറ്റിയ ഒരു മണ്ഡലമായിട്ടൊന്നും അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ തൃശ്ശൂര് ഒബ്വിയസ്ലി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ ഒരു സാധനമാണ് തൃശ്ശൂര്. അതെ, തൃശ്ശൂര് എലക്ഷൻ അതായത് ഡിക്ലെയർ ചെയ്ത അന്നു മുതല് ഭയങ്കര ചർച്ചകൾ നടന്ന ഒരു തൃശ്ശൂര്. വളരെ കുറെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കോമഡി വൽക്കരിക്കുക തന്നെ ചെയ്തു ഇത്രയധികം തൃശ്ശൂര്. പക്ഷെ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട് കേട്ടോ. തൃശ്ശൂര് പ്രതീക്ഷയുണ്ട്, അത് എല്ലാ കാലവും BJPക്ക് ഒരു എന്തോ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോഴും. BJP എല്ലാ കാലത്തും തൃശ്ശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി വന്നതിന് ശേഷം എല്ലാ കാലത്തും തൃശ്ശൂരിനൊരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ വടക്കുന്നാഥന്റെ ക്ഷേത്രം ഇരിക്കുന്നു, ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ BJP ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ തന്നെ തൃശ്ശൂരിന് വളരെ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വിസിറ്റുകൾ നമ്മളതാണ് സൂചിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നത് ഇതൊക്കെ വെറും ഒരു സൗഹൃദ സന്ദർശനം ആയിരുന്നില്ല മോദിയെ സംബന്ധിച്ചിടത്തോളം. നരേന്ദ്രമോദി വന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിക്കൊണ്ട് തൃശ്ശൂരിൽ ഇറങ്ങി ഒരു ഓളം ഉണ്ടാക്കുക, ഒരു റോഡ് ഷോ നടത്തി ജനങ്ങളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുക, BJPക്ക് പൊതുവെ കാറ്റ് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്താണ് ഈ പറയുന്ന 2-3 തവണയായിട്ട് നരേന്ദ്രമോദി അവിടെ വന്നത്. അമിത്ഷാ വന്നത് എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണ് അമിത്ഷാ വന്നിട്ടുള്ളത്. അപ്പൊ തൃശ്ശൂരിനെ എങ്ങനെയെങ്കിലും ഒരു തന്നെയല്ല നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ തൃശ്ശൂരിനെ കൈപ്പിടിയിൽ ഒതുക്കുക, അതൊരു പ്രധാന ലക്ഷ്യമായി കണ്ടു. നമുക്കറിയാം സുരേഷ് ഗോപി കരുവന്നൂർ പദയാത്രയായി മാറിയതൊക്കെ നമ്മൾ കണ്ടല്ലോ. കരുവന്നൂരിനെ വോട്ട് ബാങ്കാക്കാൻ
കടക്കാൻ ശ്രമിച്ചു. പിന്നെ നമുക്കറിയാം അവിടുത്തെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തുകൊണ്ട് അതിനെ അതും വിവാദങ്ങളായിരുന്നു. അതാ. അപ്പൊ ഇതിനെയെല്ലാം വിവാദവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ തങ്ങളുടെ ഒരു വോട്ട് ബാങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ള അല്ലെങ്കിൽ BJP യോടുള്ള ലക്ഷ്യമിട്ട്. പക്ഷെ അത് എത്രത്തോളം വിജയം കണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം അവിടെ സ്ഥാനാർത്ഥി നിർണയം വന്നു കഴിഞ്ഞാൽ TN പ്രതാപനാണെങ്കിൽ ഒരുപക്ഷെ സാധിച്ചതിന്. അവിടെ പിന്നെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF നിന്ന് TN പ്രതാപൻ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞത് തന്നെ സംഭവിക്കും. സുരേഷ് ഗോപിക്ക് അവിടെ മേൽക്കൈ ഉണ്ടാവും. VS സുനിൽകുമാറുള്ള വേറൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചിരുന്നെങ്കിലും ഈ സുരേഷ് ഗോപിക്ക് മേൽക്കൈ ഉണ്ടാവും. ഫലത്തിൽ രണ്ടുപേർ തമ്മിലായി മത്സരം. അതായത് മൂന്നാം സ്ഥാനക്കാരന് വേണ്ടി വേണമെങ്കിൽ മത്സരിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് അവിടെ UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ K മുരളീധരൻ നിൽക്കുന്നു, സുനിൽകുമാർ നിൽക്കുന്നു, സുരേഷ് ഗോപി നിൽക്കുന്നു. ഇതിനകത്ത് ഇനിയും ആരൊക്കെയാണ് 2-3 സ്ഥാനങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏറെക്കാര്യം സുനിൽകുമാറിനെ ധൈര്യമായിട്ട് എല്ലാവരും സുനിലേട്ടാന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയാണ് തൃശ്ശൂർക്കാർക്ക് സുനിലേട്ടനെ വിട്ടിട്ടൊരു കഥ പറയാനില്ല. തന്നെയല്ല പല മേഖലകളിലും LDF നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ തൃശ്ശൂർ മണ്ഡലം എന്തായിരുന്നാലും LDF കൈവിടില്ല എന്ന് തന്നെ പറയാം. LDF കൈവിടില്ല. തൃശ്ശൂരെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാലോ LDF തന്നെ നിന്നിട്ടുണ്ട്. ഇത്തവണയും LDF തന്നെ നിൽക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നത് തൃശ്ശൂരാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളോ പൊള്ളയായ ഈ പ്രകടനങ്ങളോ അഭിനയങ്ങളോ ഒന്നും ഇല്ലാത്ത, അഭിനയം വശമില്ല, സത്യം പറഞ്ഞ അഭിനയം വശമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സത്യത്തിൽ VS സുനിൽകുമാർ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. പിന്നീട് നമുക്ക് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആലത്തൂർ മണ്ഡലമാണ്. പാലക്കാട് വിട്ടു കഴിഞ്ഞാൽ ആലത്തൂർ നമുക്കറിയാം K രാധാകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥി. രമ്യ ഹരിദാസ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ അവസ്ഥ അറിയാം. 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് പോയത്. എന്നിട്ട് രമ്യ ഹരിദാസിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ബി ഫ്രാങ്ക്. അതൊരു രാഷ്ട്രീയം പറയുമ്പോൾ അങ്ങനെ വേണമല്ലോ, ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയണമല്ലോ. എന്തെങ്കിലും ഗുണം ആലത്തൂരുകാർക്ക് ഉണ്ടായോ? ഇല്ല. സ്വന്തം വീട്ടുകാർക്ക് ഉണ്ടായില്ല എന്ന് പോലും. ഇത് പിന്നെ 1.5 ലക്ഷം വോട്ട് മറികടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അല്ല, അതിനകത്ത് 1.5 ലക്ഷം വോട്ട് മറികടക്കുക എന്നുള്ളതല്ല, അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് പ്രധാനം കാര്യം. അവിടെ ആ സ്ഥാനാർത്ഥി വന്നപ്പോൾ അത് മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ 1.5 ലക്ഷം മറികടക്കാൻ പാടായിരിക്കും. ഒരു പക്ഷേ രമ്യ ഹരിദാസ് കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിച്ചേനെ. എന്നിരുന്നാൽ പോലും അവിടെ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കുന്നതാണ് പ്രശ്നം. വേറെ എന്തോ ആയിക്കോട്ടെ. അപ്പൊ K രാധാകൃഷ്ണൻ സമയത്തോളം എനിക്കിത് അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ട് അതും ഈ പറയുന്ന രാധാകൃഷ്ണൻ മാഷാണ്. അതെ K രാധാകൃഷ്ണൻ. അപ്പം അവിടെ മാഷ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ ഇദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ ആലത്തൂരിൽ മണ്ഡലത്തെ സമയത്തോളം. രമ്യ ഹരിദാസ് പലപ്പോഴായിട്ട് പല ചാനലുകളിലും കൊടുത്ത ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ, ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂലൊക്കെ തനിക്ക് കിട്ടുന്നതൊക്കെ പോരാ, നമ്മൾ വീണ്ടും കടമെടുത്ത് ജീവിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ കുറിച്ച് നമുക്ക് കേരളക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ത് വെച്ചാൽ ഒരു സാധാരണക്കാരൻ ഇവിടെ ലാഭകല് പണിയെടുത്തിട്ട് കിട്ടുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടി പൈസ കൈ വന്നിട്ടും അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സ്വന്തം വാഹനമുണ്ട് അല്ലെ, എല്ലാ അലവൻസുകളും കിട്ടുന്നുണ്ട്, എന്നിട്ട് പോലും ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവരെയൊക്കെ എങ്ങനെയാണ് MP ആയിട്ടിരിക്കുക? അപ്പൊ ഈ പറയുന്ന ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വികസനം കൊണ്ട് കൊടുക്കാൻ പറ്റും? ഈ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അവിടെ. അതുകൊണ്ട് തന്നെ ആലത്തൂരിനെ സമയത്തോളം K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയോടെ മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസ് ഭയക്കണം, നന്നായി ഭയക്കണം. ഇനി അതവിടെ പാട്ടും പാടി ജയിക്കാനൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ തവണ പാട്ടും പാടി ജയിക്കാൻ പറ്റി, നാടൻ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് ജയിക്കാൻ പറ്റും. അന്ന് കഴിഞ്ഞ തവണത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അതായിരുന്നു. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വരവായിരുന്നു പ്രധാനം. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇത്തവണ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി രാധാകൃഷ്ണനെ മറികടക്കാൻ അല്പം പാടായിരിക്കും. പിന്നെ ബേസിലി പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീകണ്ഠനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വിജയരാഘവൻ അവിടെ LDF സ്ഥാനാർത്ഥി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിജയരാഘവൻ മത്സരിക്കുകയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠൻ തന്നെ ആവാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. വിജയരാഘവന് പൊതുവിൽ LDF തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് പോലും വിജയരാഘവൻ അത്രത്തോളം പോരാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തന്നെയല്ല അവിടുത്തെ BJP വോട്ടുകൾക്കും ഒരു പ്രാധാന്യം ഉണ്ട് ആ നാട്ടില്. അവിടുത്തെ വോട്ടുകൾ എത്രത്തോളം മാറും, നഗര വോട്ടുകൾക്ക് പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. കാരണം നഗരസഭ BJPയുടെ കയ്യിലാണ്. അപ്പൊ അവിടെ നഗര വോട്ടുകൾക്ക് തന്നെയല്ല അവിടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അവിടുന്ന് മത്സരിച്ചിട്ട് അവിടുത്തെ
അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്. അവിടെ നല്ല രീതിക്ക് ഈ ശ്രീധരൻ അവസാന ലാപ്പ് വരെ ജയിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. അവിടെ ബ്രേക്ക് ഇടാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. കാര്യം നഗര വോട്ടുകൾ എണ്ണി തീർന്നു. തൊട്ട് പിന്നെ ചെറിയ പ്രദേശങ്ങളിലേക്ക് വോട്ടെണ്ണൽ മാറിയപ്പോഴാണ് അവിടെ ഒരു ഉൾനാടൻ മേഖലകളിലേക്ക് ഒരു വോട്ടെണ്ണൽ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഷാഫി പറമ്പിലിന്റെ മേൽക്കൈ ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ പിന്നെ സ്പോട്ടിൽ ഈ ശ്രീധരനാണ് നിയമസഭയിലേക്ക് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഷാഫി പറമ്പിലിനാണ്. അപ്പം UDF പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് ശരിക്കും ഈ പാലക്കാട്. നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ശ്രീകണ്ഠൻ തന്നെയല്ല, നല്ല സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീകണ്ഠൻ. പിന്നെ ഏതാണ് നമുക്ക് വേണ്ട അടുത്ത മണ്ഡലം? ഈ തവണ പാലക്കാട് UDF-നൊപ്പം നിൽക്കും പാലക്കാട്. പിന്നെ അടുത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും മലപ്പുറം. ഒരു സംശയമില്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അവിടെ വസീഫിനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് അത്. കാര്യം അവിടെ അദ്ദേഹം തന്നെയാണ് അവിടെ മലപ്പുറം മണ്ഡലത്തിൽ. നമുക്ക് അവിടെ വലിയ ചർച്ചകളുടെ ആവശ്യമില്ല. ഒരു ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. ഭയങ്കരമായ ചർച്ചകൾ നടന്നു. പൊന്നാനി വലിയ വിഷയമൊന്നുമില്ലല്ലോ. പൊന്നാനി മത്സരിക്കുന്നത് ഇദ്ദേഹമാണ്, അബ്ദുൽ സമദ് സമദാനിയാണ് UDF-ന്റെ ആയിട്ട് മത്സരിക്കുന്നത്. അതും ഷുവർ സീറ്റാണത്. അതിനും കൂടുതൽ ചർച്ചയിലേക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മുസ്ലിം കോട്ടാന്നും കൂടെ പറയാം പൊന്നാനി എന്നൊക്കെ പറയുമ്പോ. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ വലിയ ചർച്ചകൾക്ക് പൊന്നാനി, കോഴിക്കോട്. പക്ഷെ കോഴിക്കോട് കുറച്ചുകൂടെ കടുക്കും. കോഴിക്കോട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ രാഘവനും എളമരം കരീമുമാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം ഇവര് തമ്മിലുള്ള ഒരു രാഘവൻ എന്നും MP നേരത്തെ സിറ്റിംഗ് MP ആണ്, അദ്ദേഹം അവിടെ ഇരുന്നു. അതിനുശേഷം ഇവിടെ എളമരം കരീം മത്സരിക്കുന്നു. എളമരം കരീമിന് ഇത്തവണ ടൈറ്റ് ശരിക്കും പറഞ്ഞാൽ. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മത്സരം കഠിനമായ മത്സരമാണ്. പ്രവചനം നടക്കാത്ത പോലത്തെ മത്സരമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു പൊടിക്ക് UDF-ന് തന്നെയാണ് മേൽക്കൈ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു UDF-ന് തന്നെ അവിടെ MK രാഘവന് തന്നെയാണ് എപ്പോഴും അവിടെ ഒരു മേൽക്കൈ ഉള്ളത്. അത് കാര്യം ഈ പറയുന്ന രണ്ടുപേരെയും ഏട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരാണ് കോഴിക്കോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നാലും ഒരു പൊടിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു ചെറിയ വിജയസാധ്യത ഉള്ളത് രാഘവന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വടകര എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് വടകര അറിയാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വടകര ഭയങ്കരമായ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. ഷാഫി അത് വടകരയില് ശരിക്കും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ശൈലജ മത്സരിക്കുന്നു, KK ശൈലജ ടീച്ചർ മത്സരിക്കുന്നു എന്നുള്ളതാണ് വടകര പ്രധാനമായും വലിയൊരു ചർച്ചയിലേക്ക് വരാനുള്ള കാര്യം. കേരളം മുഴുവൻ ആഗ്രഹിച്ചതാണ്. ഒരുപക്ഷെ ഞാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചതാണ് ഒരുപക്ഷെ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും അവിടെ ശൈലജ എന്ന് പറയുന്ന ടീച്ചർ മുഖ്യമന്ത്രിയായി വരണം എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം. കാര്യം അത്രത്തോളം ഒരു പ്രശംസ പിടിച്ചു പറ്റിയ ഒരു മന്ത്രിയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ ഇത്തവണ MLA ആണ്. എങ്കിലും ജനങ്ങൾക്ക് ശൈലജ എന്ന് പറയുന്ന ആ മന്ത്രിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം, താല്പര്യം ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മട്ടന്നൂരിൽ മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത്തവണ വന്നപ്പോൾ ആ ഇമേജുകൾ കംപ്ലീറ്റ് ടീച്ചറിന്റെ ഇടിഞ്ഞു പോകുന്നതാണ് കണ്ടത്. കാര്യം ആ പാനൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്നു, പിന്നെ വർഗീയ പരാമർശങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇടിഞ്ഞു താഴുന്ന ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത് വല്ലാതെ ഹർട്ട് ചെയ്തു. അപ്പോഴത്തേക്കാണ് പിന്നെ ആദ്യം കുഴപ്പമില്ല മത്സരിക്കുന്നു. അപ്പം ഉടനെ മുരളീധരൻ തന്നെയാണല്ലോ വടകരയിലെ സിറ്റിംഗ് MP. അപ്പം മുരളീധരൻ അവിടെ മത്സരിക്കുന്നു, വലിയ കുഴപ്പമില്ല നമ്മൾ കരുതി. ഷാഫി പറമ്പിലിന്റെ വരവ് പക്ഷെ ഇവരെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ഇളക്കമുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഇലക്ഷനെ ചൂട് പിടിപ്പിച്ചു വടകരയും ഷാഫി പറമ്പിലും. വടകര സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിനെ കുറിച്ച് ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം നല്ലൊരു വ്യക്തിത്വമുള്ള ഷാഫി പറമ്പിൽ. ഒരുപാട് ആരാധകർ എടുത്തു പറയണം. ഭയങ്കര ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ഷാഫി പറമ്പിലിന്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെന്നോ LDF എന്നോ അങ്ങനെ എന്താ പറയുക പൊളിറ്റിക്കലായിട്ടൊരു ഭേദം ഒന്നും ഈ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ പലർക്കും ഇല്ല. ഷാഫി പറമ്പിൽ തന്നെയല്ല, കേരളം ഒട്ടുക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരിക്കൽ പോലും കേരളം ഒട്ടുക്കെന്ന് പറയും. അപ്പം കേരളത്തിൽ നിന്ന് ഒരിക്കൽ പോലും കേരള നിയമസഭയിലേക്ക് ഇനിയൊരു
BJP MLA ഉണ്ടാകരുത് എന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, വോട്ടെണ്ണലിന്റെ സമയത്ത് എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രമായിരുന്നു. നിയമസഭാ വോട്ടെണ്ണൽ നടക്കുന്നത്. കാര്യം എന്താ, ഈ ശ്രീധരൻ കുത്തിക്കേറി പോവാണ്. ഈ ശ്രീധരൻ ഓരോ ഘട്ടത്തിലെ ലീഡ് ഇങ്ങനെ മാറി മാറി നിലനിർത്തിക്കൊണ്ട് പോവാ. അപ്പൊ ആ സാഹചര്യത്തിൽ പോലും ജനങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു അവിടെ ഷാഫി പറമ്പിൽ ജയിക്കണം. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രാധാന്യവും അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിൽ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ഇവിടുത്തെ CPM-കാരടക്കം പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ എന്തോ അറിയില്ല, അവിടെ ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഷാഫി പറമ്പിലിന് നിരവധി ആരാധകരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ കംപ്ലീറ്റ് ഉൾട്ടയായി നമ്മൾ പറയും, നാട്ടുഭാഷ പറയുമ്പോൾ തിരിഞ്ഞു പറഞ്ഞു. അതുവരെ മേളിൽ നിന്നുകൊണ്ടിരുന്ന ശൈല ടീച്ചർ പെട്ടെന്ന് ഗ്രാഫ് താഴേക്ക് കുത്തനെ വന്ന പോലെ ഒരു അവസ്ഥയായി പോയി. അതുകൊണ്ട് വടകരയിൽ ഇനി എന്തൊക്കെ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഉയർന്നു വന്ന വിവാദങ്ങൾ ശ്രദ്ധിക്കണം. ശൈല ടീച്ചറിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രചരിപ്പിക്കുന്നു, പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നു, അനാവശ്യമായ ഇത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ വിവാദങ്ങൾ. പക്ഷെ അതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഇമേജിന് കോട്ടം സംഭവിച്ചു. അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. അതിലെല്ലാം ഷാഫി പറമ്പിൽ ഇത് തള്ളിക്കളയുക ചെയ്തത്. കാര്യം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഇമേജിനെ അത് നല്ല രീതിയിൽ ബാധിച്ചു. അവർക്ക് ഇമേജ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇപ്പം ഏതൊരാളും ഇപ്പൊ ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസം ശ്രദ്ധയോടെ നോക്കിയിരിക്കും വടകര മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ ഒരു കാരണം അവിടെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അവിടെ ഒരു മിനിമം ഒരു 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർ പറയുന്ന ഒരു കണക്കതാണ്. 80,000 വോട്ടിന്റെ അല്ല, എനിക്ക് തോന്നുന്നു 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഷാഫി പറമ്പിൽ ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കരുതാൻ പറ്റുന്നത്. നേരത്തെ വടകരയെ സമയമെടുത്തോളം പിന്നെ കഴിഞ്ഞ തവണ B. ജയരാജനെതിരെ മത്സരിച്ചു. പക്ഷെ K. മുരളീധരനെ സമയമെടുത്തോളം വടകര ഇത്രയും വലിയൊരു ഇത് ഉണ്ടായിട്ടും, ഇത്രയും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും 90,000 വോട്ടുകൾ മാത്രമാണ് അന്ന് ഭൂരിപക്ഷം നേടാൻ K. മുരളീധരന് കഴിഞ്ഞത്. മനസ്സിലായില്ലേ? കാര്യം അന്ന് രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് നിന്ന് P. ജയരാജനാണ്, നമ്മൾ ഓർക്കണം. എന്നിരുന്നാൽ പോലും ഒരു 90,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അന്ന് K. മുരളീധരൻ ജയിച്ചത്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇന്ന് KPCC പോലും വിലയിരുത്തുന്ന 80,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന്. ആർക്കെതിരെ? ശൈലജ ടീച്ചറിനെതിരെ. അപ്പൊ എത്രത്തോളം ആണ് അവരുടെ ആത്മവിശ്വാസം ആലോചിക്കണം. ജനങ്ങളിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1,00,000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ ഷാഫി പറമ്പിൽ വടകര സ്വന്തമാക്കും എന്നുള്ള. വടകരയിൽ യാതൊരു സംശയമില്ലാതെ വിജയം ഉറപ്പിക്കാൻ തന്നെയാണ് ഷാഫിയെ അങ്ങോട്ട് ഇറക്കിയതെന്ന് തന്നെ പറയാം. അതെ, ഉറപ്പിക്കാം. അത് 100% ഉറപ്പാണ്. വല്ലാത്തൊരു സ്ഥാനാർത്ഥികളായിപ്പോയി ശരിക്കും വടകരയെ സംബന്ധിച്ചിടത്തോളം നടന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരാണ്. വടകര കഴിഞ്ഞാൽ പിന്നെ കണ്ണൂര് മണ്ഡലത്തിൽ എന്താ പറയുക, കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2 നല്ല ശക്തികളുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് K. സുധാകരനാണ്. KPCC അധ്യക്ഷനായിട്ടുള്ള K. സുധാകരനാണ് അവിടെ മത്സരിച്ചത്. MV ജയരാജനാണ് LDF-ൽ നിന്ന് മത്സരിച്ചത്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ K. സുധാകരനെതിരെ ശക്തമായ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുണ്ട് നല്ല ശക്തമായ രീതിയിൽ. MV ജയരാജൻ അവിടുത്തെ പാർട്ടി സെക്രട്ടറി കൂടിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം ഇത് നോക്കിക്കഴിയുമ്പോൾ K. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമുക്കറിയാം, അദ്ദേഹം തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, തിരികെ KPCC ഓഫീസിലെത്തുന്നു. എനിക്ക് സീറ്റ് വേണമെന്ന് പറയുന്നു. ഇല്ല, ഹസൻ കരച്ചിലും ബഹളം. അവിടെ അവസാനം ഹൈക്കമാൻഡിനെ വിളിക്കുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടുവന്നിരുത്തിയാണ്. തന്നെയല്ല, ഏറ്റവും കുറവ് ഹാജരുള്ള ഒരു MP ആണ് ലോക്സഭയിൽ. ഏറ്റവും കുറഞ്ഞ ഹാജരാണ് ഈ K. സുധാകരനുള്ളത്. എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തെന്ന് അറിയില്ല, ജനങ്ങൾക്ക് പോലും അറിയില്ല. പിന്നെ K. സുധാകരൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, സമരാഗ്നി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സമരപരിപാടി കേരളത്തിൽ സംഘടിപ്പിച്ചു UDF-ന്റെ നേതൃത്വത്തിൽ. അങ്ങനെ സംഘടിപ്പിച്ച് ആലപ്പുഴയിൽ ആ സമരാഗ്നി എത്തിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട്, അന്ന് DCC പ്രസിഡന്റ് ബാബു പ്രസാദാണ് ആലപ്പുഴയിൽ. അപ്പം അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം ഈ വി ഡി സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവ്, അപ്പം UDF-ന്റെ ചെയർമാനും കൂടിയാണ്. അപ്പം അദ്ദേഹം എവിടെയോ പോയി, അല്പം
കെ സുധാകരൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചീത്ത വിളിച്ചു. വിളിച്ചു. പരസ്യമായി മൈക്കുകളെല്ലാം ഇരിക്കുന്നു, അവിടേക്ക് ചാനലുകളുടെ ക്യാമറകൾ തുറന്നിരിക്കുന്നു, ഇല്ലേ? ഭയങ്കര ട്രോളായി മാറി. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ചേട്ടൻ അന്യനെ ശാസിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തടി വീരാൻ ശ്രമിച്ചു. അതിനു മുമ്പ് പുതുപ്പള്ളി ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബൈ ഇലക്ഷൻ സമയത്ത് ഇതേ വിഷയം തന്നെ ഉണ്ടായി. ഇതേപോലെ മൈക്കിന് വേണ്ടി ഇവർ കടിപിടി കൂടുന്നത് ജനങ്ങളെല്ലാം കണ്ടു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് സമരാഗ്നി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ശരിക്കും കെട്ടുപോയി. തിരുവനന്തപുരത്ത് ആൾക്കാരും കാണാനില്ല. അവസാനം ഈ അധ്യക്ഷന് വേദി കയറി എന്ന് പറയേണ്ടതുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ആരെങ്കിലും രണ്ടുപേരെങ്കിലും ഇവിടെ ഇരിക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തി. അപ്പം സുധാകരനെതിരെ പിന്നെ കേരളത്തിലെ UDF-നകത്ത് വിശേഷ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും പല പ്രവർത്തനങ്ങളിലൂടെയും പല പ്രസ്താവനകളിലൂടെയും അത് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കെ സുധാകരൻ ഇത്തവണ വീഴുക തന്നെ ചെയ്യും. ജയിക്കില്ല, 100% ഉറപ്പാണ്. കാര്യം അവിടെ MV ജയരാജൻ തന്നെ ജയിച്ച് കയറും, 100% ഉറപ്പാണ്. അതിന്റെ ഒരു പാലം വലിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് അടിയൊഴുക്കുകൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം കെ സുധാകരൻ ഇനി വേണ്ട. മുറുമുറുപ്പ് അവർക്കിടയിൽ തന്നെ അവരുടെ ആൾക്കാർ തന്നെയാണ് ഈ മുറുമുറുപ്പുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഭയങ്കര ശക്തമായ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഘടകം എപ്പോഴും ഇദ്ദേഹത്തിന് അനുകൂലമായി, MV ജയരാജൻ അനുകൂലമായിട്ട് തന്നെ മാറും. അങ്ങനെ വരുമ്പോൾ ഇവിടെ MV ജയരാജൻ തന്നെ ജയിക്കും. എന്നാൽ ഈ PK ശ്രീമതിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഇദ്ദേഹം പിന്നെ കെ സുധാകരൻ MP ആയിട്ട് പോയത്. പക്ഷെ ഇത്തവണ അങ്ങനത്തെ യാതൊരു ഘടകങ്ങളും കെ സുധാകരനെ തുണയ്ക്കത്തേയില്ല. പിന്നെ നമുക്ക് പറയാനുള്ള ലാസ്റ്റ് മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് MB ബാലകൃഷ്ണൻ മാസ്റ്ററും പിന്നെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. എന്ത് തോന്നുന്നു? രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു ഇത് നോക്കി കഴിയുമ്പോൾ ആര് ജയിക്കാനാണ് സാധ്യത? കാസർഗോഡ് മണ്ഡലം അത്ര വലിയ ചർച്ചകൾക്ക് ഇടപെടുക്കേണ്ട മണ്ഡലമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചർച്ചയ്ക്ക് ഇടപെടുക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ. ചർച്ചയ്ക്ക് ഇടപെടുക്കാന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ എന്തായിരുന്നു? രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മികച്ച പാർലമെന്റേറിയനാണ്, നല്ല വാഗ്മിയാണ്, അതോടൊപ്പം തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്, ചലച്ചിത്ര നടനായിരുന്നു. ആ ഭാഗം നമ്മൾ നോക്കണമല്ലോ. അദ്ദേഹം കൃത്യമായി പറഞ്ഞാല് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയ ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ? അവിടെ പോയി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ആരൊക്കെയോ ചെന്നിട്ട് നേരത്തെ തന്നെ ഭരണകക്ഷിയുടെ ആയതുകൊണ്ട് ആദ്യം ഒരു ടോക്കൺ വാങ്ങി എന്നൊക്കെ പറയാം. ടോക്കൺ വിവാദം ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പെരിയയിലെ ഒരു പിന്നെ അവരുടെ കോൺഗ്രസിന്റെ ഒരാളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് അവിടെ പോയി എന്ന് പറയുന്ന ഒരു വിവാദമുണ്ടായി. അങ്ങനെ പല ഘട്ടങ്ങളിൽ അദ്ദേഹം വിവാദങ്ങൾ നിറഞ്ഞു. ഇപ്പം റീസെന്റ് ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അവിടുത്തെ പ്രവർത്തകർ അടിച്ചു മാറ്റി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതായത് ഇദ്ദേഹത്തെ പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസിനകത്ത് നിന്നൊരു ഹർജിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കാണുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ കുറിച്ച് വലിയ ആർക്കും അത്ര അറിയില്ല. എങ്കിലും അദ്ദേഹം അവിടുത്തെ ക്ലീൻ ഷീറ്റുള്ള മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം അവിടുത്തെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ്, സെക്രട്ടറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഇടതുപക്ഷ അനുകൂലം അദ്ദേഹത്തിന് ഒരു തരംഗമായിട്ട് തന്നെയുണ്ട്. പിന്നെ ഭയക്കേണ്ടത് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ മാത്രമാണ്. കാര്യം നല്ല വാഗ്മിയാണ് പുള്ളി, എങ്ങനെയെങ്കിലും പ്രസംഗിക്കും. പിന്നെ തന്നെയല്ല, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളെയും വളച്ചൊടിക്കപ്പെട്ടുകൊണ്ട് സൈബർ സഹാക്കന്മാർ പൊതു രീതിയിൽ അവതരിപ്പിച്ച പലതും പൊളിഞ്ഞു പോയി. അദ്ദേഹം BJP-യിലേക്ക് ചേരും എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഉള്ള പ്രസ്താവന ഇദ്ദേഹം നടത്തിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഈ സൈബർ സഹാക്കളും ഈ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ പലതും എടുത്ത് കട്ട് ചെയ്ത് വികൃതമായി പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ UDF അനുകൂല കാറ്റുകൾ തന്നെയാണ് എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വീശുന്നത്. പിന്നെ ആകെ ഉള്ളത് ഈ പറയുന്ന തിരുവനന്തപുരം മണ്ഡലം, പിന്നെ പത്തനംതിട്ട, ഇവിടങ്ങളിലേക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മളിപ്പോഴും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തായിരുന്നാലും ഒരു അന്തിമ ഫലത്തിന് വേണ്ടി കാത്തിരിക്കാം. 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ ഈ പറഞ്ഞ ഒരു 12 മുതൽ 14 സീറ്റ് വരെ ഇവർക്ക് കാണും എന്ന് തന്നെ തോന്നുന്നു. സീറ്റോളം BJP ഇവിടെ പരിഗണിക്കണോ എന്ന് പോലും BJP-യുടെ കാര്യത്തിൽ വോട്ട് പിടിക്കും, അക്കാര്യത്തിൽ സംശയമില്ല.
2-3 മണ്ഡലങ്ങളിൽ കൃത്യമായി നല്ല ശക്തമായ വോട്ടുകൾ പിടിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ആലപ്പുഴ നല്ലപോലെ വോട്ട് പിടിക്കും, പത്തനംതിട്ട വോട്ട് പിടിക്കും, തൃശ്ശൂർ, തിരുവനന്തപുരം ഇവിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വയനാട് മണ്ഡലം നമുക്കറിയാലോ, പിന്നെ ഗണപതി വട്ടമാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, ബത്തേരിയെ മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്, കെ സുരേന്ദ്രൻ ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ അവര് പറയുന്ന 6 സീറ്റ് ഉറപ്പാണ്, 6 സീറ്റ് BJPക്ക് ഷുവർ ആണ് എന്നാ പറയുന്നത്. ഏതൊക്കെ കണക്കൂട്ടിട്ടാന്നറിയോ? കൊല്ലത്തെ കൃഷ്ണകുമാർജിയുടെ സീറ്റ് വരെ കണക്കൂട്ടി വെച്ചിട്ടാണ് ഈ 6 സീറ്റ് എന്നുള്ള ഒരു റൗണ്ട് ഫിഗറിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. ഇനിയും ഇതൊന്നും സത്യത്തിൽ ഇതുവരെയുള്ള സർവേകളിലൊന്നും എവിടെയും BJPയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല. കാര്യം ഈ പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അസസ്മെന്റ് 12 മുതൽ 14 സീറ്റ് വരെ ഉറപ്പായിട്ടും UDFന് കിട്ടിയിരിക്കും. മറ്റേത് സ്വാഭാവികം 6 മുതൽ 8 വരെ സീറ്റുകൾ LDFനും കിട്ടും. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു മറുകണ്ഠം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഒരു പൊതുവിലുള്ള ഒരു അസസ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് എഡിറ്റേഴ്സ് കോളം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ഫലം വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം.